ഹായ് ഫ്രണ്ട്സ്, അസ്സാം വലൈക്കും. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ബട്ടർസ്കോച്ചിൻ്റെ പുഡിംഗ് ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കാമെന്ന് വേഗം തന്നെ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനൊരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നന്നായി മെൽറ്റാക്കി എടുക്കണം. നല്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് മെൽറ്റാക്കി എടുക്കാനായിട്ട്. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായി ഒന്ന് മെൽറ്റാക്കി എടുക്കുക. അതിപ്പം ഒരു 5 മിനിറ്റോളം ഞാൻ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളതാണ്. എങ്കിലാണ് ഇത് കറക്റ്റായിട്ട് ഈ ഒരു ലെവലിൽ വരുള്ളൂ. ഇനി ഇതിലേക്ക് ബട്ടർ ഇട്ട് കൊടുക്കണം. ബട്ടർ 1 ടേബിൾ സ്പൂൺ ആണ് ഇട്ട് കൊടുത്തേക്കുന്നത്. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കുക. നമ്മൾ ഈ ടൈമിലെല്ലാം ഫ്ലെയിം നന്നായി ചെറുതായി ഇട്ടിട്ട് വേണം കൊടുക്കാനായിട്ടും, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് കട്ട കുത്തിപ്പോവും. അപ്പോൾ നമുക്ക് ശരിക്കുള്ള കൺസിസ്റ്റൻസിയിൽ കിട്ടില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വിപ്പിംഗ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കണം. വിപ്പിംഗ് ക്രീം ഇല്ലെങ്കിൽ ഫ്രഷ് ക്രീം ആയാലും കുഴപ്പമില്ല, രണ്ടായാലും കുഴപ്പമില്ല, ഏത് വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മുടെ സോസ് ഇതാ ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുമ്പോൾ നല്ല ലൂസായിട്ടാണ് ഇരിക്കുന്നുണ്ടാവുക, പക്ഷേ ഇത് നന്നായി തണുത്ത് കഴിയുമ്പോൾ നല്ല തിക്ക് കൺസിസ്റ്റൻസിയിൽ കറക്റ്റായിട്ടുള്ള ആ സോസ് നമുക്ക് കിട്ടും കേട്ടോ. ഇപ്പോൾ അത് സോസ് റെഡി ആയതുകൊണ്ട് ഈ ടൈമിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് അടുത്തതായിട്ട് വേറൊരു പാത്രം എടുക്കാം. അതിലേക്ക് 1 കപ്പ് പാലാണിത്. പാല് ഒഴിച്ചു കൊടുക്കുക. നന്നായി എന്നിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. ഈ പാലിലേക്ക് ഇനി നമുക്ക് കോഫിയുടെ ഒരു മിക്സ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനായിട്ട് കോഫി പൗഡർ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ നെസ്കഫേയുടെ കോഫി പൗഡറാണ് എടുത്തേക്കുന്നത്. അത് 1 ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ബ്രൂവിൻ്റെ വേണമെങ്കിലും എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് എപ്പോഴും ടേസ്റ്റ് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഒരു 4 ടീസ്പൂൺ പഞ്ചസാര മതിയാവും. നമുക്കിത് ബ്രെഡ് ഒന്ന് മുക്കിയെടുക്കാനായിട്ടുള്ളതാണ്. അപ്പോൾ ഇത് തിളച്ച് കഴിഞ്ഞാൽ നമുക്കിത് ചൂടാറാനായിട്ട് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതൊന്ന് നന്നായി തിളച്ച് വരട്ടെ. ഇതാണ് തിളച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഞാനത് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട്. ഇനി നമുക്ക് ഈ പുഡിങ് സെറ്റ് ചെയ്യാനായിട്ടുള്ളത് ബ്രെഡിൻ്റെ കുറച്ച് സ്ലൈസ് വേണം. അതുപോലെ ചോപ്പ് ചെയ്തിട്ടുള്ള കുറച്ച് ബദാമും പിസ്തയും വേണം. നമ്മുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് നട്ട്സ് വേണമെങ്കിലും എടുക്കാം. കാഷ്യൂ നട്ട്സ് ഉണ്ടെങ്കിൽ കാഷ്യൂ നട്ട്സ് എടുക്കാം. ഇനി നമുക്ക് അതിന് ആവശ്യമായിട്ടുള്ളത് പിന്നെ വിപ്പിംഗ് ക്രീം ഒന്ന് ബീറ്റാക്കി എടുത്തതാണ്. വിപ്പിംഗ് ക്രീം അല്ലെങ്കിൽ ഫ്രഷ് ക്രീം ബീറ്റാക്കി എടുത്താലും മതി. പുഡിങ് ആയ കാരണം കൊണ്ട് നമുക്ക് നല്ല സ്റ്റിഫായിട്ടൊന്നും വേണ്ടല്ലോ. ഇപ്പോൾ ഈ ടൈമിൽ നമ്മുടെ ബട്ടർസ്കോച്ച് സോസ് നല്ല കറക്റ്റ് കൺസിസ്റ്റൻസിയിൽ കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ നേരത്തെ ഉണ്ടായിരുന്ന ആ ലൂസ് കൺസിസ്റ്റൻസിയൊക്കെ മാറിയിട്ട് തണുത്ത് കഴിഞ്ഞപ്പോൾ നല്ല കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കിട്ടാനായിട്ട് കേട്ടോ. ഇനി നമുക്ക് പുഡിങ് സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസിൻ്റെ ട്രേ ആണ് എടുത്തേക്കുന്നത്. നമ്മുടെ കയ്യിൽ ഉള്ള ഏത് പാത്രം വേണമെങ്കിലും എടുക്കാം കേട്ടോ. സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അതിലായാലും കുഴപ്പമൊന്നുമില്ല. ഒരു റൗണ്ട് ഷേപ്പിൽ അല്ലെങ്കിൽ സ്ക്വയർ ഷേപ്പിലുള്ള വേറെ പാത്രം ഉണ്ടെങ്കിൽ അങ്ങനെ ആയാലും എടുക്കാം, ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമ്മുടെ ബ്രെഡിൻ്റെ സ്ലൈസ് ആ പാലിൽ മുക്കിയിട്ട് വെച്ച് കൊടുത്തേക്കാണ്. ആ അടിഭാഗത്ത് ഫുള്ള് കവർ ചെയ്യുന്ന രീതിയിൽ വേണം വെച്ച് കൊടുക്കാനായിട്ട്. ഗ്യാപ്പില്ലാതെ വെച്ച് കൊടുക്കണം കേട്ടോ. ഇതിൻ്റെ സൈഡൊന്നും ഞാൻ കളഞ്ഞിട്ടില്ല ബ്രെഡിൻ്റെ. അങ്ങനെ കളഞ്ഞിട്ട് വെക്കണമെങ്കിൽ അങ്ങനെ വെക്കാം, എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല. ഞാനത് വെറുതെ കളയണ്ടല്ലോ വെച്ചിട്ട് അങ്ങനെ കളഞ്ഞില്ല. എന്നാലും ടേസ്റ്റിന് വ്യത്യാസമൊന്നുമില്ല, നല്ല ടേസ്റ്റിൽ തന്നെ കഴിക്കാം. ഇനി നമ്മൾ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ക്രീം ഉണ്ടല്ലോ അത് ആക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും നന്നായി സ്പ്രെഡാക്കി കൊടുക്കുക. ക്രീമിലേക്ക് ഞാൻ അല്പം ബട്ടർസ്കോച്ചിൻ്റെ എസൻസ് കൂടി ആക്കിയിട്ടാണ് ഒന്ന് ബീറ്റാക്കി എടുത്തത്. അത് ആക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, വെറുതെ ബീറ്റാക്കി എടുത്താലും മതി. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള നട്ട്സും അതുപോലെ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള സോസും ഒക്കെ കൂടി ആക്കി കൊടുക്കുകയാണ്. അപ്പോൾ സോസ് ഒന്ന് നന്നായി സ്പ്രെഡാക്കി കൊടുക്കുക. എല്ലാ ഭാഗത്തേക്കും ഒന്നാവുന്ന രീതിയിൽ സ്പ്രെഡാക്കി കൊടുക്കണം. അതിനുശേഷം നമുക്കിതിലേക്ക് ലെയറിലാക്കി കുറച്ച് ചോപ്പ് ചെയ്തിട്ടുള്ള നട്ട്സും പിന്നെ കാഷ്യൂസ് ഉണ്ടെങ്കിൽ കാഷ്യൂസ് ഇടാം. ഏത് നട്ട്സ് വേണമെങ്കിലും നമുക്കിതിലേക്ക് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള നട്ട്സ് ഏത് വേണമെങ്കിലും ഇടാം കേട്ടോ. ഏതിട്ടാലും ടേസ്റ്റാണ്.
ടേസ്റ്റിൻ്റെ കാര്യത്തിൽ കോംപ്രമൈസ് ഇല്ല. ബട്ടർ സ്കോച്ചിൻ്റെ ഈ സോസ് കൂടി ഒഴിക്കുന്ന കാരണം നല്ല കിടിലൻ ടേസ്റ്റ് തന്നെയാണ്. എന്തായാലും തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്നും ട്രൈ ചെയ്ത് നോക്കണം. നല്ല സിമ്പിളായിട്ട് തയ്യാറാക്കാനായിട്ട് പറ്റും എല്ലാവർക്കും. ഇനി നെക്സ്റ്റ് ലെയർ നമുക്ക് വെച്ച് കൊടുക്കാം. ഈ രീതിയിൽ തന്നെ ആ പാലിൻ്റെ മിക്സിലൊന്ന് മുക്കിയതിന് ശേഷം വേണം വെച്ച് കൊടുക്കാനായിട്ട്. അത് മുക്കാതെ വെച്ച് കൊടുക്കരുത്. അപ്പോൾ നമുക്കിത് കറക്റ്റായിട്ട് ആ ബ്രെഡ് അങ്ങനെ ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ എല്ലാ ഭാഗത്തും ഫില്ലാവുന്ന രീതിയിൽ ആ ബ്രെഡിൻ്റെ സ്ലൈസ് ഫില്ല് ചെയ്ത് കൊടുക്കുക. സെക്കൻഡ് ലെയറും ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ അതാ ഞാൻ എടുത്തിട്ടുള്ള പാല് ഒരു മുക്കാൽ ഭാഗത്തോളം കഴിഞ്ഞിട്ടുണ്ട്. ഒരു അല്പം മാത്രമേ ഇനി ബാക്കിയുള്ളൂ. അപ്പോൾ ഒരു കപ്പ് പാല് ഈ ഒരു പാത്രത്തിൻ്റെ അളവിലേക്ക് കറക്റ്റാണ് കേട്ടോ. ഇനി അടുത്തതും ഞാൻ ക്രീമാക്കി കൊടുത്തിട്ടുണ്ട്. ഫുള്ളായി കവർ ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സോസ് ആക്കി കൊടുക്കുക. എങ്ങനെ വേണമെങ്കിലും ഒന്ന് ആക്കി കൊടുക്കുക മുകളിലത്തെ ലെയറിൽ. എന്നിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. നട്ട്സൊക്കെ വെച്ചിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുക. പെട്ടെന്ന് തന്നെ നമുക്കിത് റെഡിയാക്കാൻ പറ്റുന്ന ഒരു പുഡിങ്ങാണ്. ജെലാറ്റിനോ അതുപോലെ ചൈന ഗ്രാസോ അങ്ങനെയുള്ള ഒന്നും നമുക്ക് ആവശ്യമില്ല. പെട്ടെന്ന് സെറ്റായി കിട്ടും ചെയ്യും. അപ്പോൾ അത് ഞാൻ ഈ രീതിയിലൊക്കെ ഒന്ന് നട്ട്സൊക്കെ വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് കുട്ടികൾക്കും വലിയവർക്കും എല്ലാവർക്കും ഒരുപോലെ തന്നെ ഇഷ്ടപ്പെടുന്നതാണ്. മുകളിലായിട്ട് 2-3 ചെറിയും കൂടി വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ആർഭാടായി. അപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള ബട്ടർ സ്കോച്ചിൻ്റെ പുഡിങ് ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി ഇത് 1 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കണം. ഫ്രീസറിൽ വയ്ക്കുകയാണെങ്കിൽ ഒരു അരമണിക്കൂർ നേരത്തോളമൊക്കെ വെച്ച് കഴിഞ്ഞാൽ സെറ്റായി കിട്ടും. പെട്ടെന്ന് തന്നെ അത് സെറ്റാക്കി എടുക്കാനായിട്ട് പറ്റുന്ന ഒരു പുഡിങ്ങാണ്. നമുക്ക് വേറെ എന്താ പറയുക ഗസ്റ്റൊന്നും ഇപ്പോൾ വരുന്നൊരു സാഹചര്യമല്ല. എങ്കിലും എന്തെങ്കിലും ചെറിയൊരു ഫങ്ഷൻസൊക്കെ വീട്ടിലുണ്ടാവുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അത് റെഡിയായി കഴിഞ്ഞാൽ എല്ലാവരെയും അപ്രിസിയേഷൻ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അപ്പോൾ അത് ഞാനത് 1 മണിക്കൂറിന് ശേഷം ഒന്ന് കട്ട് ചെയ്ത് കാണിച്ച് തരുന്നുണ്ട്. നമുക്ക് കേക്കൊക്കെ കട്ട് ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ശരിക്കും ആ ഒരു പീസ് പോലെ തന്നെ കിട്ടും. അപ്പോൾ കുട്ടികളൊക്കെ എങ്ങനെ കേക്ക് വേണമെന്നൊക്കെ പറഞ്ഞ് കരയുമ്പോൾ പെട്ടെന്ന് നമുക്ക് ഈ രീതിയിലൊക്കെ ഒന്ന് തയ്യാറാക്കി കൊടുക്കാവുന്നേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻറ്റ്സ് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ആ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യാൻ മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇൻഷാല്ലാ. ബൈ ബൈ, ടേക്ക് കെയർ, താങ്ക്സ് ഫോർ വാച്ചിങ്.